أشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യത്താൽ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 2 പത്തുകൾ അവസാനിക്കുകയാണ്. അതിൽ നന്മകൾ ചെയ്യാൻ സാധിച്ച വലിയ ഭാഗ്യവാന്മാരാണ്. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ അവസാനത്തെ 10ലേക്ക് ഇന്നത്തെ രാത്രിയോടെ പ്രവേശിക്കുകയുമാണ്. ഇനിയുള്ള ഓരോ പകലും രാത്രിയും മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഓരോ സെക്കൻഡും വളരെ വിലയുള്ളതാണ്. കാരണം അല്ലാഹു തആല പരിശുദ്ധ റമദാനിൽ എന്തെല്ലാം സമ്മാനങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതിലേറ്റവും വലിയ സമ്മാനങ്ങളും വലിയ വലിയ നിഅമത്തുകളും അള്ളാഹു വച്ചിരിക്കുന്നത് ഇനിയുള്ള രാത്രികളിലാണ്. അതുകൊണ്ട് നാം വളരെ കൂടുതൽ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ നന്മകളും അമലുകളും ചെയ്യാൻ വേണ്ടി തയ്യാറാകേണ്ട രാത്രികളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ വരുന്നുണ്ട്, അവസാനത്തെ 10 ആയാൽ ശദ്ദ മിഅ്സറഹു വഅഹിയ ലൈലഹു വഅയ്ഖള അഹ്ലഹു, തൻ്റെ അരമുണ്ട് മുറുക്കി കൊടുക്കുകയും രാത്രിയെല്ലാം അമൽ കൊണ്ട് ഹയാത്താക്കുകയും മാത്രമല്ല ഈ വലിയ ഭാഗ്യത്തിൽ തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെയും ഉണർത്തുകയും ചെയ്യുമായിരുന്നു. മറ്റൊരു ഹദീസിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആയാൽ തൻ്റെ മകൾ ഫാത്തിമയെ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകമായി വിളിക്കുകയും ഉണർത്തുകയും ചെയ്യുമായിരുന്നു. അല്ലാ തഖൂമാൻ ഫതുസല്ലിയാൻ, മോളെ എണീക്കിൻ, ഇബാദത്തിലേക്ക് തിരിയിൻ എന്ന് തൻ്റെ മകളെ ഉണർത്തുകയും ചെയ്യുമായിരുന്നു. മുൻഗാമികളായ മഹാന്മാർ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് കടന്നാൽ പിന്നെ വളരെ കൂടുതൽ ഉത്സാഹത്തോടെ ആവേശത്തോടെ നന്മയിലേക്ക് അവർ മത്സരിക്കുമായിരുന്നു. ഇമാം നഖഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവസാനത്തെ 10 ആയാൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും മഗ്രിബ് ഇശാന്റെ ഇടയിൽ കുളിച്ച് വൃത്തിയായി സുഗന്ധം പുരട്ടി തൻ്റെ ഇബാദത്തിലേക്ക് അദ്ദേഹം തിരിയുമായിരുന്നു. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു ഒരു 1000 ദീനാർ വില വരുന്ന വസ്ത്രം റമദാനിൻ്റെ അവസാനത്തെ രാത്രികൾ അദ്ദേഹം ധരിക്കുമായിരുന്നു. ഇതെല്ലാം ആ ദിവസത്തിന് അവർ നൽകിയ പ്രാധാന്യമാണ്, മഹത്വമാണ്. അതുകൊണ്ട് നമ്മളും ഇന്നത്തെ രാത്രിയോടുകൂടി
റമദാനിൻ്റെ അവസാനത്തെ 10 പ്രവേശിക്കുകയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാത്രികളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ എന്തെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് ലഭിച്ചോ അതിനേക്കാളെല്ലാം ഉന്നതമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കേണ്ട രാത്രികൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു മുന്നിനെ സംബന്ധിച്ച് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞ് പശ്ചാത്തപിക്കുക. വിശുദ്ധ ഖുർആന്റെ പല സ്ഥലത്തും അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ നിലയിൽ, നല്ല നിലയിൽ പൂർണ്ണമായി നിങ്ങളുടെ തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി. കാരണം കരയുകയില്ല എപ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യം സംഭവിക്കുന്നതെന്ന് ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. പാപങ്ങളുമായി ജീവിക്കുകയും ആ പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുകയും ചെയ്യുക എന്നുള്ളത്. മുഅ്മിൻ തന്റെ പാപങ്ങൾ എങ്ങനെയെങ്കിലും പുറപ്പിക്കാനുള്ള അവസരങ്ങൾ കാത്തെടുക്കുന്നവനാണ്. കാരണം മരണം അത് ഏത് സമയത്തും വന്നെത്താം. അള്ളാഹു അസ്രായിലിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ദുനിയാവിൽ വാർദ്ധക്യം ബാധിക്കുകയും രോഗിയാകുകയും ചെയ്തവരെ റൂഹ് പിടിക്കലല്ല, മറിച്ച് മനുഷ്യന്റെ സമയം അവസാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എന്തെല്ലാം ബാക്കിയിട്ട് നോക്കാതെ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്നതാണ്. മരണത്തിന്റെ സമയത്ത് അങ്ങനെയുള്ള പാപം ബാക്കിയുണ്ടെങ്കിൽ ആ പാപവുമായി ആഖിറത്തിലേക്ക് പോകേണ്ടി വരും. അത് നമുക്ക് വലിയ നഷ്ടമാണ്. മുഅ്മിൻ തന്റെ പാപത്തെ എത്രയും വേഗത്തിൽ പൊറുപ്പിക്കുന്നവനാണ്. മരണം വരുന്നതിന് മുമ്പ് തന്നെ വേഗത്തിൽ തന്റെ പാപത്തെ പൊറുപ്പിച്ച് പരിശുദ്ധനായി ഒരു പാപവും ഇല്ലാതെ ജീവിക്കാൻ മുഅ്മിൻ ഇഷ്ടപ്പെടുന്നതാണ്. തൗബ എന്ന് പറഞ്ഞാൽ അന്നദ്മു അത്തൗബ ഹദീസിൽ വരുന്നുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്, തന്റെ മനസ്സിന്റെ വിഷമമാണ്, ദുഃഖമാണ്. ഒരു മനുഷ്യൻ ഹൃദയംഗമായ ഒരു കാര്യത്തിൽ അമിതമായി ദുഃഖിക്കുമ്പോൾ അറിയാതെ അവന്റെ കണ്ണുനീരിച്ചാണ്. അതുകൊണ്ട് തൗബ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ രാത്രികൾ, പകലുകൾ, നമ്മുടെ യുവത്വം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കടന്നു വന്ന വഴികൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളും പാപങ്ങളും നമുക്കറിയാം. ഓരോ അടിമക്കും അവന്റെയും റബ്ബിന്റെയും ഇടയിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്. അവനും അള്ളാഹു മാത്രം അറിയുന്ന രഹസ്യങ്ങൾ. ഇത് അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞ് നിഷ്കളങ്കമായി തന്റെ കണ്ണിന്നും കണ്ണുനീർ ചാടിക്കുക. ഇനിയുള്ള അവസാനത്തെ 10 ഓരോ രാത്രിയിലും പകൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കരയുക എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ നന്മ ചെയ്തിട്ട്, അമലുകൾ ചെയ്തിട്ട് കരയുമായിരുന്നു. ഇന്ന് അത്ര പോലും നമ്മൾ പാപങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ കരയുന്നില്ല. നമ്മുടെ കണ്ണുകൾ ഉണങ്ങിപ്പോയി, ഹൃദയങ്ങൾ വരണ്ടുപോയി. അള്ളാഹുവിന്റെ മുന്നിൽ കരയാനോ ഒരു തുള്ളി കണ്ണുനീർ ചാടിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ മുൻഗാമികൾ, അമ്പിയാക്കൾ, സഹാബാക്കൾ, അവരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ അവർ ദിനേന അള്ളാഹുവിന്റെ മുന്നിൽ കരയുന്നവരായി. ആദം നബി അലൈഹിസ്സലാം തന്നിൽ വന്ന വീഴ്ചയുടെ പേരിൽ എത്ര വർഷമാണ് ഭൂമിയിൽ കരഞ്ഞത്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരും ആദം നബിയുടെ കണ്ണുനീരും തുലനം ചെയ്യുകയാണെങ്കിൽ ആദം നബിയുടെ കണ്ണുനീരായിരിക്കും മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരിനേക്കാൾ കൂടുതൽ. അത്രമാത്രം വർഷങ്ങളോളം ലജ്ജ കാരണം, തന്നിന് സംഭവിച്ച വീഴ്ചയുടെ ലജ്ജ കാരണം ആകാശത്തേക്ക് തല ഉയർത്താതെ അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം കരഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം വളരെ കരയുന്ന ഒരു നബിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് നൂഹ് എന്ന് വെച്ചത്. യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. നബിമാർ അള്ളാഹുവിന്റെ മുന്നിൽ കരയുന്നവരായിരുന്നു. ബഹുമാനിയ സഹാബാക്കൾ, അവരുടെ ജീവിതങ്ങൾ പഠിച്ചാൽ ഓരോ സഹാബാക്കളും അള്ളാഹുവിന്റെ മുന്നിൽ എത്രമാത്രം കരഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ണുനീരിന്റെ ചാലുകൾ തന്നെ ഉണ്ടായിരുന്നു. സഹാബാക്കൾ പറയുന്നു, സുബഹി നമസ്കാരത്തിന് ഇമാമായി നിന്നുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ സഫിന്റെ ഏറ്റവും പുറകിലെ സഫിൽ നിൽക്കുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമാറ് അദ്ദേഹം കരയുമായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു രാത്രിയായാൽ തന്റെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന മിഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ന് ഹൃദയത്തിലുള്ള വേദനയുടെ ശബ്ദം പുറപ്പെടുവിച്ച് കരഞ്ഞ അദ്ദേഹത്തിന്റെ താടികൾ നനയുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ പറയുന്നു.
അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആലയെ കുറിച്ച് ഉമർ റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ ഏതൊരു വീട്ടിൽ നിന്ന് തേനീച്ചയുടെ ശബ്ദം പോലെ തേങ്ങലിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ ശബ്ദമായിരുന്നു. തഹജ്ജുദിന്റെ സമയത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ മുന്നിൽ കരയുന്ന, കണ്ണുനീരിൽ ഒലിപ്പിക്കുന്ന, കരയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഞാൻ കേട്ടു എന്ന് സഹാബി പറയുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ഓതി, അലം യഅ്നിനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അല്ലാഹുവിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിന്റെ മുന്നിൽ വിനയം കാണിക്കാൻ സമയമായില്ലേ എന്നുള്ള ഈ ആയത്ത് ഓതി അദ്ദേഹത്തിന്റെ താടി നനയുന്ന നിലയിൽ അദ്ദേഹം കരയുമായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഖുർആന്റെ ചില ഭാഗങ്ങൾ എത്തുമ്പോൾ ശബ്ദം അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നിങ്ങളെ ഓരോരുത്തരെയും നാളെ അല്ലാഹുവിന്റെ മുന്നിൽ മഹ്ശറിൽ നിർത്തപ്പെടും, നിങ്ങളോട് ചോദിക്കപ്പെടും ജീവിതത്തെക്കുറിച്ച്. ഈ ആയത്ത് ഓതി ശബ്ദം അടഞ്ഞു പോകുന്ന നിലയിൽ അദ്ദേഹം കരയുമായിരുന്നു. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി തആലയെ കുറിച്ച് വളരെ പ്രസിദ്ധമാണ്, അദ്ദേഹം അല്ലാഹുവിന്റെ മുന്നിൽ എത്രമാത്രം കരയുമായിരുന്നു. അയൽവാസിയായ സ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം നമസ്കരിക്കുന്ന മുസല്ല ആകെ നനഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഇമാം ഔസാഇയുടെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു, മഹാനവറുകൾ നമസ്കരിക്കുന്ന മുസല്ല നീ എന്താണ് ശ്രദ്ധിക്കാത്തത്? അതിൽ നജസ് പുരണ്ടതാണെന്ന് തോന്നുന്നു, ആകെ നനഞ്ഞിരിക്കുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നീ ദേഷ്യപ്പെടാതെ, അത് നജസായതൊന്നുമല്ല. ഇന്നലത്തെ രാത്രി അദ്ദേഹം സുജൂദിൽ കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീർ കൊണ്ട് മുസല്ല നനഞ്ഞത്. സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രമാണ്. ഇവർ കരഞ്ഞ് എന്തിന്റെ പേരിലാണ്? അവർ ചെയ്ത പാപങ്ങൾ, പരിശുദ്ധമായ ജീവിതം ഒരിക്കലുമില്ല. പാപങ്ങളെ പേരിൽ നന്മ ചെയ്തിട്ട് മഹാന്മാർ കരയുകയാണ്. ഒരു കാലഘട്ടം ഉമ്മത്തിന്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു? പള്ളികളിൽ നിന്ന് കരച്ചിലിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു, വീടുകളിൽ നിന്ന് കരച്ചിലിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു. രാത്രി കാലങ്ങൾ ഉമ്മത്തിന്റെ കരച്ചിലിന്റെ തേങ്ങലിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഈ ഉമ്മത്തിലെ ആണും പെണ്ണും യുവാവും യുവതിയുമെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ കരയുമായിരുന്നു. അടുത്ത കാലഘട്ടം വരെ മൗലാന നദ്വി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നു, എന്റെ കുട്ടിക്കാലഘട്ടത്തിൽ ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നത് എൻ്റെ വീട്ടിലെ സ്ത്രീകളുടെ, എൻ്റെ ഉമ്മയുടെയും പെങ്ങന്മാരുടെയും കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സ്ത്രീകളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ടാണ്. ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ കരയുന്നവരായിരുന്നു. ഇന്ന് നമ്മുടെ കണ്ണുനീർ ഇല്ലാതായി, ഹൃദയങ്ങൾ വരണ്ടുപോയി, കണ്ണുകൾ ഉണങ്ങിപ്പോയി, അല്ലാഹുവിന്റെ മുന്നിൽ കരയുന്ന ഒരു ഉമ്മത്ത് ഇല്ലാതായി. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ഏറ്റവും ആവശ്യമായെന്ന് നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് നമ്മുടെ കണ്ണുനീരിനെ വീട്ടുക എന്നുള്ളത്. അല്ലാഹു തആല ഏറ്റവും വിലമതിക്കും ഒരു അടിമയുടെ അമലുകളിൽ അല്ലാഹു തആല ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ് ഒരു അടിമയുടെ കണ്ണിനും കണ്ണുനീര് ചാടുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ, പാപങ്ങളെ കുറിച്ച് ഓർത്ത് ഹദീസിൽ വരുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ അറിയിക്കുന്നു, നബിയെ, മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ വലിപ്പവും അതിൻ്റെ മഹത്വവും പ്രതിഫലവും ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധിക്കും. പക്ഷെ ഒരു അടിമ തൻ്റെ റബ്ബിന്റെ മുന്നിൽ കരയുമ്പോൾ ആ കണ്ണിൽ നിന്ന് ചാടുന്ന കണ്ണുനീർ തുള്ളിയുടെ വില, അതിൻ്റെ പ്രതിഫലം ഒരു മലക്കിന് നിശ്ചയിക്കാൻ സാധിക്കില്ല. മുഴുവൻ അമലുകളെക്കാളും വിലയുള്ളത്. വഹബ് ബിൻ മുനബ്ബർ റഹ്മത്തുള്ളാഹി പറയുന്നു, കണ്ണുനീരിന്റെ പ്രതിഫലം അതൊരിക്കലും തൂക്കാനോ അതിനെ കണക്കാക്കാനോ സാധിക്കുകയില്ല. അത്രയും വിലയുള്ളതാണ് ഒരു അടിമ, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ തൻ്റെ അള്ളാഹുവിന്റെ മുന്നിൽ തൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചാടുന്ന കണ്ണുനീർ തുള്ളി എന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 തുള്ളികൾ ഇത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും പ്രിയങ്കരമായതാണ്. അതിനേക്കാൾ പ്രിയങ്കരമായ 2 തുള്ളികളേക്കാൾ പ്രിയങ്കരമായൊന്നുമില്ല. ഒന്ന് അടിമയുടെ കണ്ണിൽ നിന്ന് ചാടുന്ന കണ്ണുനീർ തുള്ളിയാണ്, മറ്റൊന്നൊരു ഷഹീദിന്റെ അവന്റെ ശരീരത്തിൽ വീഴുന്ന രക്തത്തിന്റെ തുള്ളിയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, ഒന്നുപോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ ചാടുമ്പോൾ ആ കണ്ണുനീർ അതുകൊണ്ട് അല്ലാഹു തആല സന്തോഷിക്കുന്നതാണ്. നാളെ അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗം ജനങ്ങളെ പറ്റി തങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം
നാളെ മനുഷ്യൻ മശ്റയിൽ ഭയാനകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അർശിന്റെ തണൽ നൽകുന്ന, അള്ളാഹു ബഹുമാനിക്കുന്ന അർശിന്റെ തണുപ്പ് നൽകുന്ന 7 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരു വിഭാഗം റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐന, ഒരു മനുഷ്യൻ, ഒരു യുവാവ്, ഒരു പുരുഷൻ, ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് ഓർത്തു, തന്റെ റബ്ബിനെ കുറിച്ച് ഓർത്തു. ഫഫാദത് ഐന, ആ ചിന്തയിൽ അവന്റെ കണ്ണിന്നും അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ ചാടി. തന്റെ റബ്ബിനെ കുറിച്ച് ഓർത്ത് കരയുന്ന അടിമയുടെ കണ്ണുനീർ തുള്ളി അള്ളാഹുവിന് വിലയുള്ളതാണ്. നാളെ അർശിന്റെ തണൽ നൽകുന്ന വിഭാഗമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നരകം കാണാൻ ഇടവരികയില്ല ദുനിയാവിൽ കരയുന്നവർ. ലാ തറ ഐനുൻ ലാ തറ النار عين بكت من خشية الله. അള്ളാഹുവിന്റെ മുന്നിൽ കരയുന്ന ഒരു അടിമ, ദുനിയാവിൽ കരയുന്ന ഒരു അടിമ, നാളെ ആഖിറത്തിൽ അവൻ നരകൻ കാണേണ്ട ഗതി വരികയില്ല. ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നരകത്തെ രക്ഷപ്പെടാൻ വഴി എന്താണ്? തങ്ങൾ പറഞ്ഞു, ബിദുമൂഇ ഐനൈക, നിന്റെ കണ്ണുനീർ ചാർത്തൽ തന്നെയാണ്, വേറെ വഴിയുമില്ല. നീ നരകത്തെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ നിന്റെ റബ്ബിന്റെ മുന്നിൽ കരയുക. നിന്റെ കണ്ണുനീർ അതിന് നരകത്തെ തടയുന്നതാണ്. ദുനിയാവിൽ ഒരു തുള്ളി കണ്ണുനീർ ചാടിയാൽ നരകത്തിന്റെ സമുദ്രം പോലെയുള്ള തീ അണയ്ക്കാൻ സാധിക്കും. എന്നാൽ ദുനിയാവിൽ കരയാതെ ആഖിറത്തിലേക്ക് പോയി സമുദ്രം പോലെ കണ്ണുനീർ ചാടിച്ചാലും ഒരു ചെറിയ നരകത്തിന്റെ തീ പോലും അണയ്ക്കാൻ സാധിക്കുകയില്ല. ദുനിയാവിൽ കരയുന്ന അടിമയുടെ കണ്ണുനീറിന് വിലയുണ്ട്. ഒരു സഹാബി ചോദിച്ചു, മൻ നജാ, നബിയെ, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഫിത്നകളും പരീക്ഷണങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള വഴി എന്താണ്? നീ നിന്റെ പാപത്തെ ഓർത്ത് കരയും. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നീ നിന്റെ പാപത്തെ ഓർത്ത് അള്ളാഹുവിന് മുന്നിൽ കരയിലാണ്. തീർച്ചയാണ് ഒരടിമ കരഞ്ഞാൽ അള്ളാഹു തീർച്ചയായും കരുണ കാണിക്കും. ഒരടിമ അള്ളാഹുവിന് മുന്നിൽ കരഞ്ഞാൽ, അള്ളാഹുവിന് മുന്നിൽ കണ്ണുനീർ ചാർത്തിയാൽ തീർച്ചയാണ് അള്ളാഹു കരുണ കാണിക്കുക തന്നെ ചെയ്യും. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, മോനെ, നീ നിന്റെ ജീവിതം മുഴുവൻ കരയാൻ സാധിച്ചാൽ കരഞ്ഞുകൊള്ളിൻ. നിന്റെ കരച്ചിൽ കണ്ട് എപ്പോഴെങ്കിലും അല്ലാഹു തആല നിന്നോട് കരുണ കാണിച്ചേക്കാം, നിന്റെ റബ്ബ് നിന്നോട് കരുണ കാണിച്ചേക്കാം. അവിടെ സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ ഇനിയുള്ള രാത്രികൾ കരയാനുള്ളതാണ്, അല്ലാഹുവിന്റെ മുന്നിൽ കരയാനുള്ളതാണ്. നാം ഇനിയും കരയുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു ദിവസം വരാനുണ്ട്, അന്ന് കരയുന്ന ധാരാളം ആളുകളെ കാണാം. ദുനിയാവിൽ അല്ലാഹുവിന്റെ മുന്നിൽ കരയാതെ ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് പുറകിൽ കഴിഞ്ഞു പോവുകയും ആഖിറത്തിലേക്ക് എത്തുകയും ചെയ്താൽ കരയുന്ന വലിയൊരു സമൂഹത്തെ കാണാം. ഇന്നലെ തറാവീഹ് നമസ്കാരത്തിൽ ഇമാം ഓതി, വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അവർ അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ട് വിളിക്കും, വഹും യസ്തരിഹൂന ഫീഹാ, നരകത്തിൽ കിടന്ന് അട്ടഹസിക്കും, ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് വിളിക്കും, റബ്ബനാ, അല്ലാഹുവേ, അഖ്രിജ്നാ, ഒന്ന് ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്കി, ഒന്ന് നരകത്തെ രക്ഷപ്പെടുത്തി ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം, നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്ത തിന്മകളൊന്നും ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്തു മടങ്ങി വരാം. അല്ലാഹു ചോദിക്കും, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകും നദീർ. നിങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ, നിങ്ങൾ ഇന്ന് കരയുന്നതിന് പകരം ദുനിയാവിൽ കരയാൻ നിങ്ങൾക്കൊരു ആയുസ് നൽകിയിരുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ആയുസിനെ പ്രയോജനപ്പെടുത്തിയില്ല? അല്ലാഹു തആല ചോദിക്കും. ഇന്ന് കരയാത്തവർ തീർച്ചയായും ആഖിറത്തിൽ അല്ലാഹുവിൽ കരയേണ്ടി വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അല്ലാഹു തആല പറയുന്നു, നരകം മുന്നിൽ കാണുമ്പോൾ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയും, യാ ലൈതനി, യാ ലൈതനി, എനിക്ക് വന്ന നാശമേ, എനിക്ക് വന്ന നഷ്ടമേ, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി, ഈ ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ മുൻപ് ചെയ്തിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അതുകൊണ്ട് ദുനിയാവിൽ കരയാത്ത ഭാഗ്യം കെട്ടവർ നാളെ തീർച്ചയായും ആഖിറത്തിൽ കരയേണ്ടി വരും. പരിശുദ്ധമായ റമദാനിന്റെ ഇനിയുള്ള രാത്രികൾ കരയാനുള്ളതാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ കഴിഞ്ഞു പോയ, നമ്മൾ കടന്നു വന്ന വഴികൾ, ഏതെല്ലാം പാപത്തിന്റെ തിന്മയുടെ അഴുക്കുകൾ നമ്മുടെ ശരീരത്തിൽ പുരണ്ടിട്ടുണ്ട്.
നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കൈകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ നാവുകൾ ഏതെല്ലാം പാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോരുത്തർക്കും അവരുടെയും റബ്ബിന്റെയും ഇടയിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്. ഓരോ അടിമക്കും അറിയാം. ആ മുഴുവൻ തിന്മകളും ഉറപ്പിക്കാനുള്ള രാത്രികളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ റമദാനിന്റെ ഇനിയുള്ള ഇത്രയും നല്ല സുന്ദരമായ ദിനങ്ങൾ ലഭിച്ചിട്ടും ഒരു പൊറുപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, തൗബ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനേക്ക് വലിയ ഭാഗ്യം കിട്ടാൻ ഉണ്ടാവുകയില്ല. അവിടെ തൗബ എന്ന് പറഞ്ഞാൽ ഒന്ന് അത്തൗബ, ഖേദമാണ്. മനസ്സിൽ നിന്നും ഉള്ളിൽ നിന്നുമുള്ള ഒരു വീങ്ങിപ്പൊട്ടൽ, ഒരു വേദന. എന്നിൽ സംഭവിച്ചു പോയി. തന്റെ തിന്മയെ അള്ളാഹുവിൽ ഏറ്റു പറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീർ ചാടിയാൽ, ഇത് ഞങ്ങൾ പറഞ്ഞു, ഒരു ഈച്ച തന്നെ എത്ര ചെറുതാണ്, അതിൻ്റെ തലയുടെ അത്രയും കണ്ണുനീർ ചാടിയാൽ അത് അള്ളാഹു വിലമതിക്കും. നിന്റെ പാപങ്ങളെ പൊറുത്തരും. അടിമ നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല. ആ അടിമയുടെ മേൽ നരകം അല്ലാഹു ഹറാമാക്കുന്നതാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ളൊരു വിഷമമാണ്, ദുഃഖമാണ്. രണ്ട്, തൗബ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തെ അവൻ ബന്ധപ്പെട്ട പാപത്തിന് എന്നേക്കുമായി മാറ്റുക. അൽ ബദൻ, ആ ശരീരത്തെ മാറ്റുക. സാഹചര്യത്തിൽ നിന്ന് ഏത് തിന്മയിലാണ് മുഴുകിയത്, ഏതൊരു കൂട്ടുകെട്ടിലാണുള്ളത്, ആ കൂട്ടുകെട്ടും ആ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു നാവ് കൊണ്ട് പറയുകയും തിന്മയുടെ സാഹചര്യത്തെ ജീവിക്കുകയില്ല, ആ സാഹചര്യം ഒഴിവാക്കണം. മൂന്ന്, അൽ അസ്മു അല്ലാ യഊദ ഇലൈഹി അബദ. തൗബ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം ഒരു അസ്മാണ്, ഒരു ഉറച്ച തീരുമാനമാണ്. ഞാൻ ഇനി ആ തിന്മയിലേക്ക് മടങ്ങുകയില്ല. അടിമ നിഷ്കളങ്കമായി സത്യസന്ധമായി ഒന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്ന് ഏത് മനുഷ്യനാകട്ടെ അവൻ ആഗ്രഹിച്ചാൽ പിന്നെ അള്ളാഹു ഒരിക്കലും അവനെ പാഴാക്കില്ല. നിഷ്കളങ്കമായി മനസ്സിൽ നിന്നും സത്യസന്ധമായി ഞാൻ ഇനി ആ തെറ്റ് ചെയ്യില്ലെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹു അവൻ്റെ രക്ഷപ്പെടാനുള്ള വഴികൾ തീർച്ചയായും തുറന്നു കൊടുക്കും. അള്ളാഹ് അത്രയും കരുണയുള്ളവനാണ്. സത്യം ചിന്തിച്ചു നോക്കിൽ, എങ്ങനെ നമ്മൾ റബ്ബിനോട് എതിര് ചെയ്യുക? നമ്മൾ റബ്ബ് നിരോധിച്ച തിന്മകൾ നമ്മൾ എങ്ങനെ ചെയ്യും? എങ്ങനെയുള്ള റബ്ബാണ്, എത്ര കരുണയുള്ളവനാണ്. ഒരു ചെറുപ്പക്കാരൻ ഇബ്രാഹിമിനും അദ്ദേഹം റഹ്മത്തുള്ളാഹിന്റെ അടുക്കൽ വന്നു, പറഞ്ഞു, എനിക്ക് പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും എനിക്കൊരു ഒരു വഴി പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാം, നീ എനിക്ക് അതിന് ഉത്തരം തരും, എന്നിട്ട് ഞാൻ വഴി പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞു, നീ തെറ്റ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമാണെങ്കിൽ ഒന്ന്, നീ ഇന്ന് മുതൽ നീ റബ്ബിനോട് പറയണം, അള്ളാഹു നിന്റെ റിസ്ക് ഞാൻ അനുഭവിച്ച് ജീവിക്കുകയാണ്, എനിക്കാണെങ്കിൽ തെറ്റ് ചെയ്യുകയും വേണം, അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ റിസ്ക് എനിക്ക് വേണ്ട, എനിക്ക് നിന്റെ റിസ്ക് വേണ്ട. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാണ്? അള്ളാഹു റിസ്ക് നൽകാതെ എന്തെല്ലാം വിഭവങ്ങളാണ് അള്ളാഹു റിസ്ക് അനുഭവിക്കുന്നത്, അതില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? റിസ്ക് നൽകുന്നത് അള്ളാഹു തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലജ്ജ തോന്നുന്നില്ലേ? അവന്റെ റിസ്ക് വാങ്ങിച്ച് അവനിൽ കഴിക്കുകയും എന്നിട്ട് അവനോട് എതിര് ചെയ്യുകയും അവൻ നിരോധിച്ച പാപങ്ങൾ ചെയ്യുകയും ചെയ്യാൻ ലജ്ജ തോന്നുന്നില്ലേ? പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞു, നിനക്ക് തെറ്റ് ചെയ്യണം, പാപം ചെയ്യണം നിർബന്ധമാണ് എങ്കിൽ നീ ഒരു പണി ചെയ്യണം, ഈ ഭൂമിയിൽ നിന്ന് നീ മാറണം. കാരണം ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അവൻ സൃഷ്ടിച്ചതാണ്, അവൻ്റെതാണിത്. അവന്റെ ഭൂമിയുടെ പുറത്ത് നിന്ന് തെറ്റ് ചെയ്യരുത്, ഈ ഭൂമിയിൽ നീ ഒഴിവാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പോകാനാണ്, എവിടെ പോയാലും അള്ളാഹുവിൻ്റെതാണ്, ആകാശത്തേക്ക് പോയാലും ഭൂമിയിലേക്ക് പോയാലും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. മോനെ, നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? അവന്റെ ഭൂമിയിൽ നിന്നുകൊണ്ട്, അവന്റെ ഭൂമിയുടെ തൊലിപ്പുറത്ത് നിന്നുകൊണ്ട് പാപം ചെയ്യാൻ ലജ്ജ തോന്നുന്നില്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞു, നിനക്ക് തെറ്റ് ചെയ്യണം, പാപം ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ നീ ഇന്ന് മുതൽ നീ ഒരു തീരുമാനമെടുക്കണം. നിന്റെ റബ്ബ് കാണാത്തൊരു സ്ഥലം, നിന്റെ റബ്ബ് നിന്നെ കാണാത്ത സ്ഥലം കണ്ടെത്തി അവിടെ പോയി പാപം ചെയ്യണം. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, മഹാനവറുകളെ, അള്ളാഹു കാണാത്ത സ്ഥലം എവിടെയാണ്? ആകാശത്തിലേക്ക് പോയാൽ അവിടെയും അള്ളാഹു കാണും, ഭൂമിയിൽ എവിടെയാണെങ്കിലും, ഏത് ഗർത്തത്തിലേക്കും ഏത് ഇരുട്ടിലേക്കും ഏത് ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് മാറിയാലും അവിടെയെല്ലാം അള്ളാഹു ഉണ്ടല്ലോ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. നിനക്ക് ലജ്ജ തോന്നില്ലേ? അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ഉടമസ്ഥനായ, നിനക്ക് റിസ്ക് നൽകുന്നവനായ ഉടമസ്ഥൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെതിരെ ചെയ്യാൻ ലജ്ജ തോന്നുന്നില്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞു, മോനെ, ഒരു ദിവസം നിന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് വരും. നീ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ നീ പറയണ മലക്കുൽ മൗത്ത്, ഞാൻ ഇപ്പോൾ മരിക്കാൻ തയ്യാറില്ല, ഞാനൊന്ന് തൗബ ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ എങ്ങനെ പറയാനാണ്? മലക്കുൽ മൗത്ത് വന്നാൽ അപ്പോൾ ഞാൻ മരിക്കേണ്ടി വരികയില്ലേ? സഹോദരന്മാരെ, നാം നമ്മുടെ നഫ്സിനോട് ചോദിക്കും, നാം എങ്ങനെ പാപം ചെയ്ത് ജീവിക്കും? അള്ളാഹുവിന്റെ റിസ്കിനെ അനുഭവിച്ചുകൊണ്ട്, അവന്റെ ഭൂമിയുടെ തൊലിപ്പുറത്ത് ജീവിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൺമുമ്പിൽ നമുക്ക് പാപം ചെയ്യാൻ ലജ്ജ തോന്നുന്നില്ലേ? അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുകയും
ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളിലേക്ക് ഞാൻ മടങ്ങുകയില്ല. അൽ അസ്മു അല്ലാ യഊദ ഇലൈഹി അബദാ. തൗബ എന്ന് പറഞ്ഞാൽ ആ തിന്മയിലേക്ക് ഒരിക്കലും മടങ്ങിയില്ല എന്ന ഉറച്ച തീരുമാനമാണ്. അത് എപ്പോഴെങ്കിലും എടുക്കേണ്ടതല്ല. അത് ഏതെങ്കിലും ദിവസം കാത്തു നിന്ന് 27 രാവാകുമ്പോൾ എടുക്കേണ്ടതല്ല. ജീവിതത്തിൽ പെട്ടെന്ന് എടുക്കേണ്ടതാണ്. അല്ലാഹു തആല പറയും, തൗബ എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിവാസം ചെയ്ത് മരണസമയമാകുമ്പോൾ ഞാനിതാ തൗബ ചെയ്യുന്നു എന്ന് പറയുന്നില്ല. തൗബ എന്ന് പറഞ്ഞാൽ ഇന്നമത് തൗബതു അലല്ലാഹി ലല്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു പോയാൽ, മനുഷ്യനാണ്, പാപം സംഭവിച്ചു പോയാൽ ഉടനെ തൗബ ചെയ്യുന്നവനാണ്. ഉടനെ, പിന്നെ അതിൽ പിന്നെ സമയം താമസിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള റമദാനിന്റെ ഇനിയുള്ള അവസാനത്തെ രാത്രികൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിന് മുന്നിൽ തൗബ ചെയ്യുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, ശൈത്താൻ അവൻ നമ്മുടെ ശത്രുവാണ്. അവൻ നിരാശപ്പെടുത്തും. നീ തൗബ ചെയ്തിട്ട് കാര്യം, നീ ഇന്നത് ചെയ്തില്ലേ. ഇബ്ലീസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിരാശപ്പെടുത്തുക എന്നാണ്. തീർച്ചയായും അല്ലാഹുവിന്റെ മുന്നിൽ നിഷ്കളങ്കമായി നാം ഒന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, നിന്നെനിക്ക് വേണ്ട എന്നൊരിക്കലും അല്ലാഹു പറയുകയില്ല. ആരും നമ്മൾ ആട്ടി പുറത്താക്കിയേക്കാം, ഉമ്മ പോലും ഒരു പക്ഷേ നമ്മളെ ആട്ടി പുറത്താക്കാം. എന്നാൽ ഉടമസ്ഥനായ അല്ലാഹു തആല അവന്റെ മുന്നിലേക്ക് ഒരു അടിമ തിരിഞ്ഞാൽ എനിക്ക് നിന്നെ വേണ്ട, നീ ഇത്രയും വർഷമായി എന്നെ എതിര് ചെയ്തില്ലേ, നീ എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ എന്നൊരിക്കലും നമ്മളോട് പറയാത്ത കാരുണ്യവാനായ ഉടമസ്ഥനാണ് അല്ലാഹു തആല. ഹദീസിൽ വരുന്നുണ്ട്, ഒരു അടിമ തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ 3 വസ്തുക്കളോട് അല്ലാഹു ഉടനെ കൽപ്പിക്കും. തിന്മ എന്ന മലക്കോട് പറയും, ആ തിന്മ മാച്ചേക്ക്. എന്റെ അടിമ ചെയ്താണ്, പക്ഷെ തൗബ ചെയ്തു, ആ തിന്മയുടെ ഗ്രന്ഥത്തിൽ നിന്ന് മാച്ചേക്ക്. തിന്മക്ക് സാക്ഷിയായ ശരീരത്തിൽ അല്ലാഹു തആല കൽപ്പിക്കും, ആ തിന്മയെ മറക്കാൻ വേണ്ടി ആ ശരീരം മറന്നുപോകും. ഏത് ഭൂമിയുടെ തൊലിപ്പുറത്താണോ പാപം ചെയ്തത്, നാളെ ആഖിറത്ത് നമുക്കെതിരായി നിൽക്കേണ്ട ഭൂമിയെ അല്ലാഹ് മറപ്പിച്ചു കളയും. അത്രയും കരുണയുള്ളത് അല്ലാഹുവാണ്. ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി തആലൈഹി അദ്ദേഹത്തിന്റെ കിതാബു തവ്വാബിനിൽ ബനു ഇസ്രായേലിലെ മൂസ നബിയുടെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരന്റെ സംഭവം ഉദ്ധരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ജീവിതം മുഴുവൻ തിന്മയിലായി നശിപ്പിച്ച ജീവിതം. അവസാനം ജനങ്ങൾ അത്രയും പാപിയായതിന്റെ പേരിൽ അവൻ നാട്ടിൽ നിന്ന് പുറത്താക്കി, അവൻ തള്ളി പുറത്താക്കി, നാട്ടിൽ നിന്ന് ഒഴിവാക്കി. അത്രമാത്രം മോശം കെട്ട മനുഷ്യൻ. അവസാനം ആ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവുകയും നിരാശപ്പെടുകയും ദുഃഖിക്കുകയും രോഗിയാവുകയും രോഗം മൂർജിച്ച് മരണാവസ്ഥയിലേക്ക് അടുക്കുകയും ചെയ്തു. ആ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനെ വിളിച്ചു. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു. അള്ളാഹുവേ, നിന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്റെ അടിമ, ഒറ്റപ്പെട്ടൊരടിമ, ആരുമില്ലാത്തൊരടിമ അള്ളാഹു ഇതിനെ വിളിക്കുകയാണ്. അള്ളാഹുവേ, എന്റെ തിന്മകളുടെ ആധിക്യം നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കിയില്ല, എന്റെ തിന്മയെ നീ മാപ്പാക്കിയാൽ നിനക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. അതുകൊണ്ട് അള്ളാഹുവേ, നീന്റെ വിളിക്ക് ഉത്തരം തരണേ. ആ മനുഷ്യൻ ആ അവസ്ഥയിൽ മരണപ്പെട്ടു. വഹി ഇറങ്ങി മൂസ നബിക്ക്, എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട അടിമ ഇന്ന സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട്, ഉടൻ തന്നെ ദഫൻ ചെയ്യാൻ അങ്ങോട്ട് പോകണം. ആരെങ്കിലും പാപങ്ങൾ പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരും ആ ജനാസയിൽ പങ്കെടുക്കട്ടെ. മൂസ നബി തന്റെ സമൂഹത്തെയും കൂട്ടി ചെല്ലുമ്പോൾ കാണുന്നത് വൃത്തികെട്ടവനായതിനെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു ചെറുപ്പക്കാരനെയാണ്. അവന്റെ ജനാസയിൽ പങ്കെടുത്താൽ അവരുടെ പാപം അല്ലാഹു പുറത്തിരുമെന്ന് അള്ളാഹുനോട് ചോദിച്ചു. അള്ളാഹു എന്താണ്, വൃത്തികെട്ട ഒരു മനുഷ്യൻ, എല്ലാ പാപത്തിലും ഒഴുകിയ മനുഷ്യൻ, അവൻ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അള്ളാഹു തആല പറഞ്ഞു, എന്റെ അടിമ അവൻ എന്റെ മുന്നിൽ കൈനീട്ടി, എന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ചു, എന്നോട് ചോദിച്ചു, എനിക്ക് ലജ്ജ തോന്നി, അവന്റെ വിളി കേട്ടപ്പോൾ ലജ്ജ തോന്നി, ഞാൻ അവന്റെ പാപത്തിലേക്ക് നോക്കിയില്ല, മുഴുവൻ പാപവും പുറത്തു കൊടുത്തു. സഹോദരന്മാരെ, ഇങ്ങനത്തെ റബ്ബ് നമുക്കുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നാമാണ് പൊറുപ്പിക്കേണ്ടത്, നമ്മുടെ ആവശ്യമാണ്. റമദാനിന്റെ ഇനിയുള്ള ഓരോ രാത്രികളും ഇതിനുള്ള ഒരു അവസരമാണ്. ഒരു തുള്ളി കണ്ണുനീർ ചാടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ നഷ്ടപാടിയില്ല. അടുത്ത റമദാൻ ആരെല്ലാം ജീവിച്ചിരിക്കുന്ന അറിയില്ല. ഏറ്റവും നല്ല സുന്ദര സമയമാണ്. ഇനിയുള്ള ഓരോ രാത്രികളും നമ്മുടെ പാപങ്ങളെ പൊറിപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ, ഒരു അസ്മ ചെയ്യാൻ, ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന ഒരൊറ്റ തീരുമാനമെടുക്കാൻ, ജീവിതത്തെ തിരുത്താൻ ഒരു തീരുമാനത്തിലുള്ള രാത്രികളാണ്. അതെല്ലാം സാധിക്കണമെങ്കിൽ നാം അല്പം തിരക്കിൽ ഒഴിവാകണം. അതിന് ഏറ്റവും നല്ല ഒരു അമലാണ് റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങൾ 10 ദിവസം ഇഅ്തികാഫ് എടുക്കുക എന്നുള്ളത്. നിബിതങ്ങളുടെ വലിയൊരു സുന്നത്താണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരു 10 ദിവസം നമ്മുടെ തിരക്കിൽ ഒഴിവായി, നമുക്കറിയാം നമ്മുടെ വീഴ്ചകളെ കുറിച്ച്, അത് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞ് പൊറുപ്പിക്കാൻ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ പറഞ്ഞു, ഒരടിമ തന്റെ യജമാനന്റെ മുന്നിൽ എന്റെ ആവശ്യം പൂർത്തീകരിച്ചാലേ ഞാൻ പോവുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയിൽ ആ യജമാനന്റെ വാതിൽക്കൽ കിടക്കുന്നതിന്റെ പേരാണ് ഇഅ്തികാഫ്. ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വാതിൽക്കൽ വന്ന് കിടക്കുകയാണ്. ഒരു 10 ദിവസം അള്ളാഹു ഇന്നത് സംഭവിച്ചു പോയി, നീ മാപ്പാക്കിച്ച അള്ളാഹുവേ എന്ന് അള്ളാഹുവിന്റെ വാതിൽക്കൽ കിടന്ന് യാചിക്കാൻ വേണ്ടി ഒരു 10 ദിവസം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സഹോദരന്മാരെ, എത്ര വലിയ നന്ദി കേടാൻ.
അള്ളാഹുവിനോട് എന്തെല്ലാം പ്രശ്നങ്ങളാ നമുക്ക്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഉമ്മത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഉമ്മത്തിന്റെ മേൽ എന്തെല്ലാം അക്രമം കാണിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ നമ്മുടെ എത്രയോ സഹോദരന്മാർ, പ്രത്യേകിച്ച് ഫലസ്തീന്റെ മണ്ണിൽ എത്രയോ നാളുകളായി കരച്ചിൽ കേൾക്കുന്നു. ചെറിയ കുട്ടികളെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി. കരുണ കാണിക്കുന്ന സമൂഹത്തിന് മേൽ നാം ബാധ്യതപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത്. സഹോദരന്മാരെ, ദ്വാ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. നാം ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ദ്വാ ഒരിക്കലും പാഴാവുകയില്ല. അള്ളാഹ് കരുണയുള്ളവനാണ്, കരുണയുള്ള റബ്ബാണ്, നമ്മുടെ വീട് കേൾക്കുന്ന ഉടമസ്ഥനാണ്. നാം ഒന്ന് കരയാനും അള്ളാഹുവിനോട് പറയാനും തയ്യാറായാൽ മതി. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ, ഒരു 360 ദിവസം കിട്ടി. ഒരു 10 ദിവസം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സഹോദരന്മാർ, ഇനി എപ്പോൾ സാധിക്കാനാണ്? അവിടെ റമദാൻ ഇന്നത്തെ രാത്രിയോടുകൂടി റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് അടുക്കുകയാണ്. സാധിക്കുന്ന മുഴുവൻ സഹോദരന്മാരും ഒരു 10 ദിവസം പകലും രാത്രിയുമായി ഒഴിവാക്കി. സഹോദരന്മാരെ, അള്ളാഹു പകരം നൽകും. നമ്മുടെ കച്ചവടം, നമ്മുടെ കാര്യങ്ങളൊന്നും അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും മാറ്റിവെച്ചാൽ അതിനേക്കാൾ ഖൈറായി അള്ളാഹ് തിരിച്ചു നൽകുന്നതാണ്. അള്ളാഹിന്റെ ഖജനാവ് നിറഞ്ഞതാണ്. നാം ഇതിനെ പേടിക്കണം. ഒരു 10 ദിവസം ഒഴിവാക്കി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരും. പകലും രാത്രിയുമില്ല, പള്ളിയിൽ കഴിഞ്ഞുകൂടി. തീർച്ചയാണ് ഈ 10 ദിവസം പാഴാവുകയില്ല. നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ സാധിക്കും. ഇനി ഒരു നിലക്കും സാധിക്കുന്നില്ല എങ്കിൽ നാം ഒരു നിർബന്ധ ബുദ്ധിയെങ്കിലും കാണിക്കും. ഇനിയുള്ള രാത്രികൾ നമ്മുടെ ബെഡും നമ്മുടെ വീടിന്റെ മുറികളും തൽക്കാലം ഒഴിവാക്കി പള്ളിയിലെ പായിൽ വന്ന് കിടക്കുകയും അള്ളാഹുവിന്റെ കരുണ തോന്നട്ടെ, രാത്രിയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പള്ളിയിൽ വന്ന് കിടക്കുകയെങ്കിലും ചെയ്യും. ഒരു ഇത്തിക്കാഫ് ചെയ്ത മനുഷ്യൻ അവൻ ഉറങ്ങുമ്പോഴും അമലിലാണ്. അതുകൊണ്ട് തീർച്ചയാണ് നമുക്കൊരു സമ്പാദ്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും നിയത്ത് വെക്കും. ഇനിയുള്ള രാത്രിയും പകലും സാധിക്കുന്നവർ പൂർണ്ണമായി 10 ദിവസം ഇഅ്തികാഫ് എടുക്കും. സാധിക്കാത്തവർ ഇനിയുള്ള ദിവസങ്ങളിലെ രാത്രികളെങ്കിലും പൂർണ്ണമായിട്ട് ഇൻഷാ അല്ലാഹ് പള്ളികൾ ഇഅ്തികാഫിലായി കഴിഞ്ഞുകൂടാൻ വേണ്ടി പരിശ്രമിക്കും. നമ്മുടെ പള്ളിയിലും അൽഹംദുലില്ലാഹ് രാത്രി ഇൻഷാ അല്ലാഹ് തറാവീഹ് നമസ്കാരം നടക്കും. അതുപോലെ അൽഹംദുലില്ലാഹ് രാത്രി ഖിയാമുൽ ലൈൽ ഒരു 3 മണി മുതൽ ഖിയാമുൽ ലൈൽ നടക്കും, ദുആ നടക്കും. രാത്രി സ്വന്തമായി അമലുകൾ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിയത്ത് വെക്കും, കൂട്ടുകാരെ അറിയിക്കുകയും പങ്കെടുക്കുകയും ചെയ്യും. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.